വിശദമായി കടക്കുമ്പോൾ നമ്മൾ പൂരനഗരിയിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. കാത്തുകാത്തിരുന്ന തൃശൂർ പൂരത്തിന്റെ വിളംബരം ആഘോഷമാക്കിയിരിക്കുകയാണ് പൂരപ്രേമികൾ. നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റ കൊമ്പൻ എറണാകുളം ശിവകുമാർ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തുറന്നു. ഇതോടെ നാട് പൂരാവേശത്തിലേക്ക് കടന്നു. CV അനുമോദും ജി ശ്രീജിത്തും പൂരനഗരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഞാൻ CV അനുമോദിലേക്കാണ് പോകുന്നത്. അനുമോദ്, തെക്കേ ഗോപുര നട തുറന്ന് വിളംബരം അറിയിച്ചിരിക്കുകയാണ് നെയ്തലക്കാവിൽ അമ്മ. ഇനി പൂരാവേശത്തിന്റെ നിമിഷങ്ങളാണ് വരാൻ പോകുന്നത്. വലിയ തിരക്കൊക്കെ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പൂരപ്രേമികളും ആനപ്രേമികളും എല്ലാം ആ വടക്കുംനാഥന്റെ നടയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള ആവേശ കാഴ്ചകൾ അതൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും? ഇനിയുള്ള ചടങ്ങുകളും മറ്റുമൊക്കെ പൂരം പുരുഷാരം എന്ന് പറഞ്ഞ പോലെ ജനാരവമാണ്, ജനസാഗരമാണ് തൃശ്ശൂരിനി. ഇന്നിപ്പോ നമ്മൾ കണ്ടത് പൂര വിളംബര ദിവസത്തെ തിരക്കാണ്. നാളെ ഇതിന്റെയും ഇരട്ടിയായിരിക്കും ഓരോ ചടങ്ങിനും കാഴ്ചക്കാരായിട്ട്. പൂരം എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ പൂരമാണ്. വാദ്യപൂരം, ആനകളുടെ പൂരം, നിറങ്ങളുടെ പൂരം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർക്കും ആസ്വദിക്കാനുള്ളതെല്ലാം ഇവിടെ ഉണ്ടായിരിക്കും. എന്നാൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് തെക്കേ ഗോപുര നട തുറന്ന് നെയ്തലക്കാവമ്മ പടിഞ്ഞാറേ നടയിലെത്തി നിലപാട് തറയിൽ ശംഖനാഥം മുഴക്കി പൂര വിളംബരം നടത്തിയതാണ്. ഇന്ന് മറ്റു ചടങ്ങുകളൊന്നുമില്ല. ഹരിയേട്ടൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹരിയേട്ടൻ കാലങ്ങളായിട്ട് പൂരത്തിന്റെ ചടങ്ങുകളൊക്കെ അറിയുന്നതാണ്. ഇന്നത്തെ ചടങ്ങുകളൊക്കെ പൂർത്തിയായി. ഇനി നാളെ രാവിലെയാണ് നമ്മൾ ശരിക്കുള്ള. അതെ, നാളെ രാവിലെ കണിമംഗലം ശാസ്താവ് ദേവഗുരു ബൃഹസ്പതിയാണ്. അദ്ദേഹം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വരണം. അപ്പൊ അവിടുന്ന് 5:30-6 മണിക്ക് പുറപ്പെട്ട് 7 മണിയാകുമ്പോഴേക്കും തെക്കേ ഗോപുരം തുറന്ന് ആദ്യം വരുന്ന കണിമംഗലം ശാസ്താവ്. അതുതൊട്ട് ജനങ്ങൾ പൂര ലഹരിയിലാണ്. അതിനുശേഷം വെടിക്കെട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം കഞ്ഞി കുടിച്ച് കഴിയണം. 36 മണിക്കൂറാണ് പൂരം. ഈ പൂരങ്ങളെന്ന് വെച്ചാൽ ഇപ്രാവശ്യത്തെ പൂരം എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കുന്ന പൂരമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ ക്ഷീണമൊക്കെ മാറ്റി എല്ലാം അറേഞ്ച്ഡ് പൂരമാണ് പ്രാവശ്യം. ശരിക്കും വെച്ചാൽ ചാർട്ട് ചെയ്ത് പോണ പോലെ ഒരു മിസ്റ്റേക്ക് ഇല്ലാണ്ട് എല്ലാം കറക്റ്റ് ആയിട്ടാണ് പോകണം. ഇതുവരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളിന്ന് രാവിലെ കളക്ടറോടും അതേപോലെ കമ്മീഷൻ സംസാരിക്കുമ്പോൾ ഇവിടെ പരിചയമുള്ള പോലീസുകാരെയാണ് മൊത്തം നിയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് വലിയൊരു ഘടകം. അത് 100% എന്ന് വെച്ചാൽ ഒരു പരിചയം പൂരം എന്താണെന്ന് അറിയുന്ന ആൾക്കാരെ നിർത്തണം. കഴിഞ്ഞ പ്രാവശ്യം എന്താ വെച്ചാൽ ഒരു പരിചയ സമ്പത്തിന്റെ കുറവുണ്ട്. ഇപ്രാവശ്യം എല്ലാം പരിചയമുള്ള പോലീസുകാരെ. എന്താ വെച്ചാൽ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ തൃശൂർ പൂരം എന്ന് പറയുമ്പോൾ പടഹാദി വിഭാഗത്തിലുണ്ട്. അങ്കുരാദി, ധ്വജാദി, പടഹാദി. പടഹാദി ജനങ്ങൾ കൊടിയേറ്റി ജനങ്ങൾ നടത്തുന്ന പൂരമാണ്. ഇപ്രാവശ്യം പടഹാദിക്ക് പ്രധാനമുണ്ട്. എന്താ ജനങ്ങളുടെ പൂരമാണ്. ഒരു പ്രശ്നം ജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സഹായിക്കാനാണ് പോലീസ് ടീമുള്ളത്. അവരെല്ലാം അതേപോലെയാണ് ചെയ്യണത്. ഇപ്രാവശ്യം ശരിക്കും ജനങ്ങളുടെ പൂരമായിരിക്കും. ഒറ്റ ചോദ്യം, എത്രാമത്തെ പൂര ഹരിയാണ? 225 26 എത്ര? 229. 1796 തുടങ്ങിയ ഇത് 229ാമത്തെ പൂരമാണ്. അടുത്ത പൂരം 26/4/26 ഞായറാഴ്ചയാണ് 230ാമത്തെ പൂരം. ശരിക്കും അന്ന് ശക്തൻ നിഷ്കർഷിച്ച അതേ രീതിയിലാണ് ഈ ചിട്ടവട്ടങ്ങളെല്ലാം ഈ കാലം അത്രയും കൊണ്ടുപോകുന്നത്. ഒരു ഇഞ്ച് മാറ്റിയില്ല. എല്ലാം കറക്റ്റ് 7 മണിക്ക് തുടങ്ങി 7 മണിക്ക് ചെറുപൂരങ്ങളായാലും എല്ലാം സമയം നിഷ്കർഷയുണ്ട്. തിരുവമ്പാടി, പാർമക്ക, ഇതേപോലെ എന്താ വെച്ചാൽ ഇപ്പൊ പൂര വിളംബരം തൊട്ട് തന്നെ നമുക്ക് എടുക്കാം. ഇത് അന്ന് എങ്ങനെ നിഷ്കർഷിച്ചു അതിലൊരു എന്താ പറയാ അണുവിടെ മാറ്റമില്ലാതെ കറക്റ്റ് ആയിട്ട് പോകണം. പൂരങ്ങളുടെ പൂരം. അതെ, പൂരങ്ങളുടെ പൂരം എന്താ വെച്ചാൽ എല്ലാ റേഞ്ചിലും ബാക്കിയുള്ള സ്ഥലത്ത് എന്തുണ്ടായാലും ഇവിടുത്തെ പൂരത്തിന് ഒരു മാറ്റവുമില്ല. ഇത് കാലാകാലങ്ങൾ കഴിഞ്ഞാലും ഇതേപോലെ തന്നെ ആയിരിക്കും ഉറപ്പാ. നാളെ ഈ പൂരത്തിന്റെ ആവേശത്തിലേക്ക് നമുക്ക് വീണ്ടും കാണണം. അതാണ് ഈ പൂരങ്ങളുടെ പൂരം എന്തുകൊണ്ട് തൃശൂർ പൂരം ആവുന്നു എന്നത് കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. 229 വർഷമായി ഇത്രയും കാലം അണുവിട
തെറ്റാതെ നിഷ്കർഷിക്കുന്ന ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് തൃശൂർ പൂരത്തിന്റെ ഓരോ ചടങ്ങുകളും നടക്കുന്നത്. ഇന്നിപ്പോൾ എല്ലാം ഇതുവരെയുള്ള ചടങ്ങുകളെല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞിരിക്കുന്നു. നാളെ രാവിലെ 5 മണിക്ക് കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്ത് അവിടെ നിന്നും ആരംഭിക്കും. 7 മണിക്ക് തെക്കേ ഗോപുരനടയിൽ അദ്ദേഹം കണിമംഗലം ശാസ്താവ് വടക്കുന്നാഥ സന്നിധിയിൽ കയറുന്നതോടെ പൂരത്തിന് തുടക്കമാണ്. പിന്നെ 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരത്തിന് അവിടെ തുടക്കമാവുകയാണ്. എന്താണെങ്കിലും പൂരത്തിന്റെ ആവേശ കാഴ്ചകൾ നമ്മൾ ഓരോ മേഖലയിൽ നിന്നുള്ള ആനകളുടെ ഭംഗിയുള്ള കാഴ്ചകൾ, പൂരച്ചമയങ്ങളുടെ ആനച്ചമയങ്ങളുടെ കാഴ്ചകൾ, വെടിക്കെട്ടിന്റെ താളമേളങ്ങളുടെ, അങ്ങനെ ഓരോരുത്തർക്കും ആസ്വദിക്കാവുന്നതെല്ലാം ഈ തൃശൂർ പൂരത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഉണ്ടാകും. നമുക്കതെല്ലാം പ്രേക്ഷകരിലേക്ക് ഒട്ടും അതിന്റെ ഭംഗി ചോരാതെ തന്നെ എത്തിക്കുകയും ചെയ്യാം. ആര്യ, തീർച്ചയായും CV അനുമോദാണ് നമുക്കൊപ്പം ചേർന്നത്. ശ്രീജിത്തിലേക്ക് കൂടി പോവുകയാണ്. ശ്രീജിത്ത് കൂടി നമുക്കൊപ്പം പൂരനഗരിയിൽ നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, വലിയ ആഘോഷമായി ആവേശമായി അവിടെ ചടങ്ങുകളൊക്കെ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തെ പൂരത്തിന്മേൽ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളൊന്നും ഇതുവരെയും കെട്ടടങ്ങിയിട്ടില്ല. അതിന്റെ ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട കേസുകളും ഒക്കെ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അടുത്ത പൂരം വന്നെത്തിയിരിക്കുന്നത്. ഈ പൂരത്തിൽ അത്തരത്തിൽ ഒരു വിമർശനങ്ങൾക്കും ഇടവെക്കാത്ത തരത്തിലുള്ള ക്രമീകരണങ്ങൾ അതുതന്നെയല്ലേ അധികൃതർ ഒരുക്കിയിട്ടുള്ളത്? അവിടുത്തെ ഈ ക്രമീകരണങ്ങൾ, സുരക്ഷാ സംബന്ധമായ കാര്യങ്ങൾ, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഈ പൂരത്തോടെ കഴിഞ്ഞ പൂരത്തിന്റെ എല്ലാ കളങ്കവും അവസാനിക്കണം, അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളെല്ലാം അവസാനിക്കണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അതെല്ലാം ജനങ്ങൾ മറക്കുന്ന നിലയിലൊരു പൂരമാകണം, ഭംഗിയായ പൂരമായി മാറണം എന്നുള്ളതാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാരിൻ്റെ വൃത്തങ്ങൾ ഓരോരുത്തരും ചൂണ്ടിക്കാട്ടുന്നത്. തുറന്നു പറയുകയാണ് മന്ത്രി കെ രാജനും മന്ത്രി ആർ ബിന്ദുവുമൊക്കെ. അവർ ഇവിടെ തമ്പടിക്കുകയാണ്. സാധാരണ ഇത്രയധികം സമയം തമ്പടിച്ചുകൊണ്ട് ഓരോ കാര്യത്തിലും ഇടപെട്ടുകൊണ്ടൊരു ക്രമീകരണം ചെയ്യാറില്ല. ഇന്ന് വൈകുന്നേരത്തോടെ ദേവസ്വം മന്ത്രി VN വാസവനും തൃശ്ശൂരിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ എല്ലാവരും, കൂടുതൽ മന്ത്രിമാരൊക്കെ ചേർന്നുകൊണ്ട് വലിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നു. മുഖ്യമന്ത്രി പലതരത്തിലുള്ള യോഗങ്ങൾ വിളിച്ചുകൊണ്ട് ഏകോപനം നടത്തിയതാണ്. അങ്ങനെ കഴിഞ്ഞ ശബരിമല തീർത്ഥാടനത്തിന് പരാതികളില്ലാതെ പോയൊരു തീർത്ഥാടന കാലം പോലെ പരാതികളില്ലാതെ പോവുക, അങ്ങനെ പഴയ ചരിത്രത്തിലേക്ക് കഴിഞ്ഞ വർഷത്തെ പൂരത്തെ വലിച്ചെറിയുക, ഇതാണ് സർക്കാരും ഒക്കെ ഉദ്യോഗസ്ഥരും ഒക്കെ ആഗ്രഹിക്കുന്നത്. അനുഭവം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരുണ്ട്. മന്ത്രി ആർ ബിന്ദു നേരത്തെ ചൂണ്ടിക്കാണിച്ചത് ഈ ജനപ്രതിനിധികളാണ്. ഈ പോലീസുമായി സാധാരണക്കാരുടെ ഏറ്റുമുട്ടലൊക്കെ ചെറിയ രീതിയിൽ ഉണ്ടാകാറുണ്ട്. അവിടെയൊക്കെ അനുനയിപ്പിക്കുന്ന ജനപ്രതിനിധികളാണ്. അങ്ങനെ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് സർക്കാർ നേരിട്ട് ഇടപെടാൻ കഴിഞ്ഞില്ല. അങ്ങനെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച്, എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെയുള്ളത്. വലിയ പോലീസ് സന്നാഹമുണ്ട്. ജനമിങ്ങനെ ആർത്തിരമ്പിക്കൊണ്ട് എത്തുന്ന കാഴ്ചയാണ് ഈ ആദ്യ ദിവസം തന്നെ കണ്ടത്. സാധാരണ ഒരു ദിവസമാണ് പൂരം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം നാട്ടുകാരുടെ പൂരം, അതങ്ങനെ പകൽപൂരമായി ആഘോഷിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ വിളംബരം തന്നെ ഈ തേക്കിൻകാട് മൈതാനം നിറഞ്ഞ് കവിഞ്ഞ വലിയൊരു ആഘോഷമായി മാറിയ കാഴ്ചയാണ്, വലിയൊരു അനുഭവമായി മാറിയ കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. നാളെ ഇനിയും ഘടകപൂരങ്ങളുടെ വരവുണ്ട്. അതിൽ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ചെമ്പൂക്കാവിന് വേണ്ടി എത്തുന്നു എന്നുള്ളത് വലിയ ആരവത്തോടുകൂടി എല്ലാവരും കാത്തിരിക്കുന്ന കാഴ്ചയാണ്. അങ്ങനെ എണ്ണം പറഞ്ഞ കരിവീരന്മാരൊക്കെ ഈ പൂരനഗരിയിലേക്ക്, ഈ വടക്കുന്നാഥൻ്റെ തിരുസന്നിധിയിലേക്ക് എത്താൻ തുടങ്ങുന്ന ഒരു കാഴ്ച. അങ്ങനെ മേളങ്ങളുടെ, വലിയ മേള പ്രമാണിമാരുടെ ആവേശത്തിലുള്ള കാഴ്ചകൾ, അതെല്ലാമായി പൂരം അതിൻ്റെ ആവേശത്തിലേക്ക് നീങ്ങുകയാണ്. ആര്യ.